മമ്മൂട്ടി നന്നായി ചെയ്തിട്ടുണ്ട്. എന്ന് പറയുന്നത് നല്ലൊരു സിനിമയാണ്. മമ്മൂട്ടിയുടെ അഭിനയം വളരെ അസാധാരണമായ ഒരു അഭിനയമാണ് ഈ ഒരു പ്രായത്തിലും കാഴ്ചവെച്ചിരിക്കുന്നത്. വളരെ നല്ല അഭിനയമാണ്. അതുകൂടാതെ മറ്റ് രണ്ട് സഹപ്രവർത്തകരെ അഭിനയം വളരെ നന്നായിരിക്കുന്നു. കൂടുതൽ ഇതേപോലെയുള്ള നല്ല നല്ല സിനിമകൾ പുതിയ മേഖലകളിൽ തുറക്കപ്പെടട്ടെ. അത് പുതിയ പ്രേക്ഷകരെയും കൂടെ സിനിമാ തിയേറ്ററിലോട്ട് ആകർഷിക്കട്ടെ എന്ന് പറയും. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആ ഒരു കാലഘട്ടത്തിലെ സിനിമ ആകുമ്പോഴത്തേക്ക് അതിൻ്റേതായ രീതിയിൽ നമുക്ക് കാണുവാനും ആസ്വദിക്കാനും സാധിക്കും. എടുത്തു പറയാനായിട്ട് മമ്മൂക്ക, പിന്നെ അർജുൻ അശോക് എല്ലാവരും സൂപ്പർ അടിക്കും. മമ്മൂട്ടീൻ്റെ പെർഫോമൻസ് തന്നെ ആ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ ശരിക്കും കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ക്ലൈമാക്സ് വളരെ നല്ലതായിരുന്നു. VFX ഉപയോഗിച്ച് വളരെ നല്ലതായിരുന്നു. മൊത്തത്തിൽ കൊള്ളാം. ഹൊറർ ടച്ച് തന്നെയാണ് മെയിൻലി പോകുന്നത്. പിന്നെ ബ്രിട്ടീഷുകാരുടെ അതായത് അധികാര കൈമാറ്റത്തിൻ്റെ എത്ര കാലം കഴിഞ്ഞാലും അധികാരം ഒരാളിൽ നിന്ന് ഒരാൾ നമ്മളെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു പറഞ്ഞൊരു മെസ്സേജ് കൂടി അതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. മമ്മൂക്ക പറഞ്ഞാലും മമ്മൂക്ക വില്ലനല്ല, മമ്മൂക്കയാണ് വില്ലൻ. നാടൻ അർജുൻ അശോകനാണ്. ഉള്ളത് വെറൈറ്റി പടം, ഒരു പുതിയ ശ്രമിച്ചിട്ടുണ്ട് മലയാള സിനിമയിൽ. ഇങ്ങനെ പടങ്ങൾ വരണം. നമ്മളിതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത രീതിയിലൊരു പടം വ്യത്യസ്തമായിട്ടെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. ഡയറക്ടർ കൊള്ളാം, എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ല സിനിമ, കണ്ടോണ്ടിരിക്കാൻ നല്ല സിനിമ. 3 പേരേ ഉള്ളൂ, പക്ഷേ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കടെ അടിപൊളി. ഇന്ത്യ മാതൃ നടികർ മമ്മൂട്ടി ഒരു കൊച്ചു മലയാള സിനിമ, ഇന്ത്യൻ സിനിമയിൽ തന്നെ സിനിമ വ്യവസായത്തിൽ തന്നെ ഒരു വലിയ സിനിമ വ്യവസായമാക്കി മാറ്റിയൊരു നടനാണ് മമ്മൂട്ടി. മമ്മൂട്ടിയുടെ ഇക്കാലം അത്രയുള്ള സിനിമ ഒരു ഫീൽഡ് അങ്ങനെയാണ് കാണിക്കുന്നത്. ഇത് വളരെ നിലവാരത്തിലാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ സിനിമ ലോക സിനിമയിൽ ശ്രദ്ധിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നിങ്ങൾ കാണുക, വളരെ മികച്ച സിനിമയാണ്, വളരെ നല്ല സിനിമയാണ്. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുന്ന. ഫോണിലാണെങ്കിൽ നമ്മൾ 3 ദിവസം എടുക്കും, പക്ഷേ നല്ല പടം, ക്വാളിറ്റി സാധനം. ഫോണിലാണെങ്കിൽ നമ്മൾ 3 ദിവസം എടുക്കും കണ്ടു തീരും. ശരിയായ പടം, ശരിയായ പടം ഇതാണ്. ലൂപ്പിൽ പെട്ടതുപോലെ ഉണ്ടായിരുന്നു. ഭയങ്കര വിഷയം. മമ്മൂട്ടി ഒരു രക്ഷയില്ല, എഫേർട്ട്ലെസ് ആണ് അഭിനയിച്ചേക്കണേ. അർജുൻ അശോക്, സിദ്ധാർത്ഥ് ഭരതൻ ഒരു രക്ഷയില്ല. അടിപൊളി പടം, മസ്റ്റ് തിയേറ്റർ വാച്ച് ആണ് പടം. അത് വേറെ എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യമായിട്ടാണ് കാണുന്നത്. മമ്മൂട്ടിനെയും ഈ ഒരു രീതിയിൽ നെഗറ്റീവ് ഷെയ്ഡിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. അടിപൊളി, രക്ഷയില്ലായിരുന്നു. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗായിട്ട് തോന്നിട്ട് സെക്കൻഡ് അടിപൊളിയായിരുന്നു. നമുക്ക് സൂപ്പറായിരുന്നു, അടിപൊളി പെർഫോമൻസ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കണ്ടപ്പോൾ കുഴപ്പമൊന്നുമില്ല, എടുത്തു പറയുന്നത് കുഴപ്പമില്ല, കൊള്ളാം. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് എനിക്കറിയില്ല, പക്ഷെ നീ ഇഷ്ടപ്പെട്ടു, കൊള്ളാം. പഴയ സിനിമ പോലെ ഫുള്ളും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, അതുകൊണ്ട് കൊള്ളാം, കുഴപ്പമില്ല. പുതിയൊരു എക്സ്പീരിയൻസ്, കൊള്ളാം, സൂപ്പർ.